പൂഞ്ഞാർ ഡീൽ ഓർ നോ ഡീൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പം? UDF ഇപ്പോൾ അവസാന ആയുധമെടുത്തുള്ള പോരാട്ടമാണ്. ഏതു വിധേനയും ഇതിലൊരു സീറ്റിൽ ജയിക്കണം. അതിലേത് സീറ്റിനായിരിക്കും കോൺഗ്രസ് മുഖ്യമായ പരിഗണന കൊടുക്കുന്നത്? പക്ഷെ അതിലേത് സീറ്റ് തിരഞ്ഞെടുക്കണം എന്നതാണ് കോൺഗ്രസിനെ വലയ്ക്കുന്ന പ്രശ്നം. UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായും അവർക്ക് വേണ്ടത് തങ്ങളുടെ പാർട്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ജയിച്ചു വരേണ്ടത്. എന്നാൽ അതിന് കാപ്പൻ സമ്മതിക്കുമോ എന്നതാണ് പ്രധാന പ്രശ്നം. UDFനെ അലട്ടുന്ന ഒരു മുഖ്യമായ പ്രശ്നം കാപ്പൻ മത്സരിക്കുന്നത് UDF സ്വതന്ത്രനായിട്ടല്ല, മറിച്ച് ഒരു മുന്നണിയിലും പെടാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നറിയണമെങ്കിൽ കാപ്പന്റെ കുശാഗ്ര ബുദ്ധിയെ കുറിച്ച് ഒന്ന് പഠിക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും ജയിച്ചാൽ ഏത് മുന്നണിയിലേക്ക് വേണമെങ്കിലും ചാടാനുള്ള ഗൂഢ ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് കൂറുമാറ്റം കാപ്പന് ബാധകമാകില്ല. LDF അധികാരത്തിലെത്തിയാൽ LDFിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ല തുക വാങ്ങിച്ചുകൊണ്ട് BJPയിലേക്കോ കാപ്പന് യഥേഷ്ടം കൂറുമാറാൻ സാധിക്കും. എന്നാൽ ഏത് സീറ്റിൽ കച്ചവടം നടത്തണമെന്ന് തീരുമാനിക്കാനാകാതെ വിഷമവൃത്തത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. ഒന്നുകിൽ പാല ഞങ്ങൾക്ക്, പൂഞ്ഞാർ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പാല നിങ്ങൾക്ക്, പൂഞ്ഞാർ ഞങ്ങൾക്ക്. ഇതിൽ ഏതാണ് വേണ്ടത് എന്നതാണ് ഇരു മുന്നണികളെയും കുഴയ്ക്കുന്നത്. എന്നാൽ UDFന്റെ തന്ത്രത്തിൽ NDA ക്യാമ്പ് വീഴുമോ എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല. കാപ്പൻ ഏതാണ്ട് തോൽവി സമ്മതിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇത് തന്റെ അവസാന മത്സരമാണെന്ന സഹതാപ കാർഡ് ഇറക്കി വോട്ട് പിടിക്കുന്നത്. ഇനി കാപ്പന്റെ മുന്നിൽ ഒന്നു മാത്രം, തന്റെ മുഖ്യ ശത്രുവിനെ ഏതു വിധേനയും പരാജയപ്പെടുത്തുക. അപ്പോൾ പൊതുജനത്തിനുള്ള സംശയം ആരാണ് കാപ്പന്റെ മുഖ്യ ശത്രു എന്നാണ്. അത് കഴിഞ്ഞ ദിവസം പാലാ കുരിശുപള്ളി കവലയിൽ സംഭവിച്ചത് എല്ലാവരും കണ്ടതാണല്ലോ. കാപ്പനും ഷോണും കൂടി ഒരുമിച്ച് നിന്ന് LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയെ ആക്രമിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും എക്കാലത്തെയും ശത്രു നേരത്തെ KM മാണി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ജോസ് കെ മാണിയായി മാറിയിരിക്കുന്നു എന്ന് മാത്രം. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള പത്രസമ്മേളനം കാണുന്നവർക്ക് കാര്യങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി പാലാക്കാരെ നിങ്ങൾ ചിന്തിക്കുക. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആയിരിക്കണമോ നമ്മുടെ ജനപ്രതിനിധി? അല്ലെങ്കിൽ പരദൂഷണവും ഇരട്ടത്താപ്പുമായി നടന്ന ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നവർ വേണോ നമ്മുടെ ജനപ്രതിനിധി? കാപ്പനെ സംബന്ധിച്ച് ഇപ്പോൾ ആവശ്യം എങ്ങനെയും കുറെ പണം സമ്പാദിക്കുക എന്നത് മാത്രമാണ്. NDAയിൽ നിന്നും കിട്ടാവുന്നത് മാക്സിമം വാങ്ങിച്ചെടുക്കുക. എന്താണെങ്കിലും ഇപ്രാവശ്യം പാലായിൽ നിന്ന് ജയിക്കില്ല എന്ന് കാപ്പനറിയാം. അപ്പോൾ പിന്നെ കിട്ടുന്നത് മാക്സിമം മുതലാക്കുക. തന്നെയുമല്ല, ഇപ്പോൾ ബോധം വെച്ച കുറെ കോൺഗ്രസുകാർ പാലായിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യമെങ്കിലും കാപ്പനെ തോൽപ്പിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും പാലായിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുകയില്ല എന്ന് പാലായിലെ ഇപ്പോഴത്തെ യുവ നേതാക്കളായ ജോസഫ് വാഴക്കനും അതുപോലെ ബിജു പുന്നന്താനത്തിനും അറിയാം. കാരണം പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്നും പാലാ നഗരസഭാ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ദിയയെ പാലായിലെ അടുത്ത സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് BJPയുടെയും കാപ്പന്റെയും ലക്ഷ്യം. ഇനി അറിയേണ്ടത് പൂഞ്ഞാറിൽ എന്ത് സംഭവിക്കുമെന്നാണ്. ഡീൽ ഓർ നോ ഡീൽ സക്സസ് ആകണമെങ്കിൽ പൂഞ്ഞാറിലെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാകണമെന്നതാണ് കോൺഗ്രസ് നിലപാട്. പൂഞ്ഞാറിൽ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസുകാരനെ വിജയിപ്പിക്കണം എന്നതാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. എന്താണെങ്കിലും പാലാ പൂഞ്ഞാർ ഡീൽ സക്സസ് ആകുമോ, കോൺഗ്രസിന്റെ സ്വപ്നം പൂവണിയുമോ എന്ന് കാത്തിരുന്നു കാണാം.